ഇന്നലെ ഉച്ച കഴിഞ്ഞ് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വരണമെന്നും കണ്ടിരുന്ന നമ്മൾ വരാൻ പറ്റിയില്ല. നമ്മളെ വിട്ടുമില്ല, നമ്മളിങ്ങോട്ട് പോകുന്നുമില്ല. എന്തായാലും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പോകാൻ റെഡിയായിട്ടുണ്ട്. സുചേച്ചി രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അത് 2 കഴിച്ച് ഗുളികയൊക്കെ വിഴുങ്ങിയിട്ടുണ്ട് ഞാൻ. നമുക്ക് KSRTCക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ അവിടെ ചെന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം. കാരണം ഷോപ്പിൽ അജയണ്ണന് അമൃതയ്ക്ക് പോവാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഷോപ്പിൽ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. एक हफ्ते पहले ही ऑफर शुरू हो गई थी. चलो मैं मान लेता हूँ कि रोजाना 100 लोग पूरे कूपन वापस भेज रहे होंगे. ऐसी बात है कि आज जो मेरे दोस्त लोग भी मेरे पास एक एक्शन कामिन का कूपन पड़ा है. മതി 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 പൊന്നോ, മതി, മാമിക്ക് മതി കേട്ടോ. ഞാൻ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു. മതി മതി പൊന്നോ, മതി. എൻ്റെ അവിടെ എല്ലാം വീഴുന്നു. तो तुम मुझे एक्शन कामिन का लकी कूपन देना चाहते हो? लेकिन उसका എന്ത് പൊന്നോന്റെ കാലിൽ കുഞ്ഞോ, पहले भी बोला था मैं तो ये कूपन बस ऐसे ही इकट्ठे कर रहा हूँ. पिक्चर में तुम्हें नवी दिन कहीं ऐसा तो नहीं कि तुम कूपन नहीं लाए. സുമേൻ്റെ കേക്കും കൊണ്ട് വരാൻ തുടങ്ങി. അമ്മാമി പറഞ്ഞു കേക്ക് ഇവിടെ എല്ലാവരും തിന്ന് മടുത്തത്. അന്നേരം സുമേൻ്റെ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നു. ബിസ്ക്കറ്റ് കുഞ്ഞോന്. അതൊക്കെ ഇറങ്ങി. ചെറി വാ കുഞ്ഞോ, വാ പൊന്നോ. അമ്മയ്ക്ക് ഉള്ളത് കൂടെ കൊണ്ടുവന്നു വന്നു കേട്ടോ. രാവിലെ നമ്മൾ ഒരു 8 മണിയായപ്പോൾ അവിടുന്ന് ഇറങ്ങി ഹരിപ്പാട് സ്റ്റാൻഡിൽ വന്ന് 8:30 ആയപ്പോഴത്തേക്ക്. അപ്പം ഒരു പത്തനംതിട്ട ബസ് കിടപ്പുണ്ടായിരുന്നു, അതിൽ കയറി നേരെ ഇങ്ങ് പോരുന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് 10 മണിയൊക്കെ ആയി. പിന്നെ പത്തനംതിട്ടയിൽ നിന്നൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. കൊച്ചോളെ വേറൊരു ഓട്ടോയ്ക്ക്, അവൾ അങ്ങോട്ടും പോയി, ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ വന്ന് കുളിച്ച് ഞാൻ നേരെ വണ്ടിയെടുത്ത് ജോലിക്ക് പോയി. അതായിരുന്നു ഇന്ന് രാവിലത്തെ നമ്മുടെ എന്തുവാ യാത്രയുടെ ചാർട്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. പിന്നെ ജാനിക്കുട്ടിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനങ്ങാണ്ട് ഒരു ഗിഫ്റ്റ്, കുഞ്ഞൊരു ഗിഫ്റ്റ് പാക്കറ്റ് വേണം, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സുമച്ചേച്ചി ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കോന്നിയിലുള്ള ചേച്ചി എനിക്ക് പൊതിച്ചോറൊക്കെ തന്നിട്ട് ഒരു പ്രാവശ്യം. ചേച്ചി ഇന്ന് വന്ന് കേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ ഏത് കേക്ക് വേണം, ഞാൻ പറഞ്ഞു കേക്കേ വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ 2-3 കേക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി, അതുകൊണ്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ചെല്ലുന്നിടത്തും വരുന്നിടത്തും എല്ലാം കേക്കുണ്ട്. പിന്നെ കേക്ക് ആവശ്യം പോലെ കഴിച്ചു. ഒന്നും മേടിക്കാണ്ട് ചേച്ചി വന്ന് നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിക്ക് ഒക്കത്തില്ല. ചേച്ചിക്ക് അപ്പം ഭയങ്കര വിഷമം. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും മേടിച്ചാൽ മതി. നമുക്ക് ബേക്കറിയിൽ നിന്ന് ചേച്ചി ബർഗറൊക്കെ എല്ലാവർക്കും ഉള്ള ബർഗർ ഉണ്ടായിരുന്നു കേട്ടോ.
ബർഗറും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അരറൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. അപ്പം ഞാൻ വെച്ചാൽ അതവിടെ വെച്ചേക്കാം. മുത്തു പോകാനുള്ള ഡേറ്റ് എടുക്കുവാണെന്നുണ്ട് ചിലപ്പോൾ അന്നത്തേക്ക് ഇരിക്കുന്നതാണെന്നുണ്ട് അന്നേരം കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ കഴിച്ചോളുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ സുചേച്ചിയുടെ എടുക്കുന്ന കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടാണ് വന്നത്. വേണ്ടാന്ന് പറഞ്ഞേ, കാരണം നമ്മൾ ബസ്സിനല്ലേ വരുന്നത്. അപ്പോൾ സുചേച്ചി അത് രാവിലെ എഴുന്നേറ്റ് ജാനിക്കുട്ടിക്ക് ഒരു ഉടുപ്പും തയ്ച്ച് തേങ്ങയെല്ലാം പൊതിച്ച് നമ്മളത് കൊണ്ടുപോകുന്നു കേട്ടോ. അത് കുറച്ച് അപ്പുറത്ത് ഏൽപ്പിക്കണം. ബാക്കി നമുക്ക് കരിക്ക് പോലത്തെയൊക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാം, ചുമ്മാ കഴിക്കാം. പിന്നെ അപ്പം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികൾ, എനിക്ക് രാവിലത്തെ യാത്ര, രാവിലെ നമ്മളെ ബസ്സിന് രാവിലെ സുചേച്ചി ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കിയാണ്. ഞാനൊരു ഇഡലിയും ചമ്മന്തിയും കഴിച്ച് ഗുളികയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്നിട്ടും എനിക്ക് ബസ്സിലിരുന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഛർദ്ദിക്കുമെന്നേ, അതുപോലെ വല്ലാത്ത അസ്വസ്ഥത തോന്നിയത് രാവിലെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഒരു വിധം ഇനി എത്തപ്പെട്ടു. പിന്നെ ആ ഒരു ഇറിറ്റേഷൻ ഇങ്ങനെ തലയ്ക്കകത്തും മൊത്തത്തിൽ അങ്ങ് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ഇന്ന് ഫുള്ള്. ഞാൻ ചോറൊന്നും വെക്കാൻ രാവിലെ വന്ന് ചോറ് അരി തിളപ്പിച്ചൊക്കെ ഒന്നും സമയമില്ലായിരുന്നു. പിന്നെ കുക്കു ചോറ് വെച്ചു. പിന്നെ എന്തുവാ സാമ്പാർ പോലെ കഷ്ണമൊന്നുമില്ലായിരുന്നു, ഒരു കുഞ്ഞ് സാമ്പാർ വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരും, ഞാൻ ഇങ്ങോട്ട് പോരുന്നു അവിടെ കയറിയിട്ട്. പിന്നെന്താണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ യാത്ര പോയതുകൊണ്ട് 2 ദിവസമായി നെക്സ്റ്റിൽ വീഡിയോ ഒന്നും ഇടുന്നില്ല. നാളെ മുതൽ നെക്സ്റ്റിൽ വീഡിയോ ഇടാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാട്ടോ. ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് കൊടുക്കാനുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് അവരിങ്ങോട്ട് വരും. ശേഷങ്ങളെല്ലാവർക്കും സ്വാഗതം. മഴ ചോറുണ്ടില്ലേ ഒച്ചേ? വിശക്കുമായിരിക്കും. ഞാൻ 6 മണിക്ക് എണീച്ച് രാത്രി ഉറക്കം വരും. അതായിരിക്കും. ഞാൻ ഇവരെ 3 നേരം കൂടെ ഒരാളെ പറഞ്ഞത് ഹരിശേഷനും കൊച്ചിങ്ങനുഷയും ദിലീപും കൂടെ നടക്കുന്നു. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ, പെട്ടെന്നൊരു മഴ പെയ്തേ. ഉപ്പും അവരും കുഞ്ഞും ജാനിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോറും കൊണ്ട്. അവരങ്ങ് പോയി. ഞാൻ കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് വെക്കണം, എന്നിട്ട് ചോറുണ്ണാം എന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി പച്ചക്കറി വേണമായിരുന്നു. അപ്പുറത്തേക്ക് കൂക്കും എന്നോട് പറഞ്ഞ് ഇച്ചിരി പച്ചക്കറി, കുറച്ച് സവാള, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറേശ്ശെ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ടിരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഇവിടത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് സാധനം, തക്കാളിയൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വെളുത്തുള്ളി വാങ്ങിക്കാൻ നേരത്തെ ഇന്ന് എന്തോ വിലയെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം കടയിലെ ആൾക്കാർ പറഞ്ഞു ഇന്നും പഴയ വില തന്നെയാണ്. അപ്പോൾ 50 രൂപയ്ക്ക് ഒരു 3-4 ചെറിയ കുടം പോലത്തെ വെളുത്തുള്ളി കിട്ടി. എന്തോ വില എരിയോ, വില അങ്ങനെയൊന്നും കുറയുന്ന ലക്ഷണമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ട് ചോറുണ്ണാം. ചൂടുള്ള ചോറാണ്. അപ്പം ചോറും ഇച്ചിരി ബീഫ് കറി, ഇച്ചിരി ശകലം ഇരിപ്പുണ്ട്, അതും സാമ്പാറും. പിന്നെ ഇത് എന്തുവാ നോക്കട്ടെ, ചമ്മന്തി, ഇതൊക്കെ മതിയല്ലോ കഴിക്കാം കേട്ടോ. ബീഫ് കറിക്കകത്ത് തേങ്ങാക്കൊത്ത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഈ ബർഗറിനകത്ത് ചെറി കേട്ടോ. അതും എനിക്കുള്ളതാണ്, ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് ഞാൻ ചോറിനാൻ പോവാണേ. അവർ ബർഗർ കഴിക്കുന്നു. ചോറ്, ചമ്മന്തി, പിന്നെ കഷ്ണമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിറയെ കഷ്ണങ്ങളാണ്. സാമ്പാർ, മിനി ബീഫ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളൊക്കെ എനിക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു, ഞങ്ങളുടെ സന്തോഷങ്ങളിലൊക്കെ പങ്കുചേർന്നു.
എല്ലാവരോടും നിറയെ സ്നേഹം അറിയിക്കുവാണ് കേട്ടോ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പറയുക. അത്രയും സ്നേഹമുണ്ട്, എല്ലാവരോടും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.